അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നമ്മൾ ഇന്ന് പകൽ വായിച്ചത്. 34-ാം സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് പകലിലൂടെ വായിച്ചത്. അനുഗ്രഹീതമായ വേദ ചിന്തകളാണ് നമ്മൾ ഇന്ന് പകൽ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് നമ്മൾ ഇന്ന് പകൽ വായിച്ചത്. ഓരോരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ വന്നു ഭവിച്ചിരുന്ന പ്രതിസന്ധികൾ, വന്നു ഭവിച്ചിരുന്ന പ്രതികൂല കാറ്റുകൾ, വന്നു ഭവിച്ചിരുന്ന നിന്ദകൾ, പരിഹാസങ്ങൾ, ദുഃഖികൾ, ഇതെല്ലാം ആണ് സ്തോത്രം. അതിനെല്ലാം മാറ്റം തരുന്ന, വിടുതൽ തരുന്ന, നാം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് ഇന്ന് പകൽ നമ്മൾ വായിച്ച 34-ാം സങ്കീർത്തനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കി തരുന്നത്. സ്തോത്രം. അനുഗ്രഹീതമായ അനേക ആത്മീയ ചിന്തകൾ ഈ 34-ാം സങ്കീർത്തനത്തിനകത്തുണ്ട്. 34-ാം സങ്കീർത്തനം ഒരു മശീക സങ്കീർത്തനമായിട്ടാണ് നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നത്. മശീക സങ്കീർത്തനമായിട്ടാണ് ഇത് കാണുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇതിന്റെ തലവാചകൻ തന്നെ യഹോവ കരുതുന്നവനും വിടുവിക്കുന്നവനുമാണെന്ന് നമുക്ക് ഈ 34-ാം സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതിന്റെ പശ്ചാത്തലം തന്നെ ഇതിന്റെ ഹെഡിങ്ങില് കൊടുത്തിട്ടുണ്ട്. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. ഇത് നമുക്ക് കാണാപ്പാഠമാണ്. 34-ാം സങ്കീർത്തനം നമുക്ക് കാണാപ്പാഠമാണ്. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടൊന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നമുക്കൊക്കെ പ്രസംഗിക്കുവാൻ പറ്റിയ ഒരു വേദഭാഗമാണ് 34-ാം സങ്കീർത്തനം. അനേകർക്ക് കാണാപ്പാഠം അറിയാവുന്ന ഒരു വേദഭാഗമാണ് 34-ാം സങ്കീർത്തനം. എങ്കിലും ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട തിരുവചനമാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്നെ ഇതിനകത്ത് പഠിപ്പിച്ച ഒരു ആശയം, ആമേൻ, ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞവർ എന്നുള്ളൊരു വിഷയമാണ്. ദൈവത്തെ എന്ന് പറഞ്ഞേ, എന്ന് പറ ദൈവമക്കളെ, ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞവർ എന്നുള്ളൊരു വിഷയമാണ് ഇന്ന് പകല് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ? ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞവർ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർ ഭാഗ്യവാന്മാരെന്ന വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞവർ എന്നാണ് ആ ഭാഗം ഞാൻ ചിന്തിക്കുന്നത്. സ്തോത്രം. ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു പേന നമ്മുടെ കയ്യിൽ നമുക്ക് എഴുതാൻ കിട്ടുമ്പോൾ അത് എഴുതുമ്പോഴാണ് അതിൻ്റെ ഗുണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മൾ പറയും, അയ്യോ നല്ലതായിട്ട് എഴുതാൻ ഈ പേന കൊണ്ട് എനിക്ക് എന്ത് ചെയ്തു പറ്റി, എനിക്ക് പറ്റിയെന്ന് നമ്മൾ പറയും. അത് നമ്മൾ ആ പേന നമ്മൾ എഴുതിയപ്പോഴാണ് ആ പേനയെ കുറിച്ചുള്ള അനുഭവം നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അത് തീർന്നാലും അടുത്ത അതേ സൈസ് അതേ രീതിയിലുള്ള ഒരു പേന മേടിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ നമ്മളൊരു ഭവനം ഭവനത്തിൽ പണിത് ആ ഭവനത്തിൽ നമ്മൾ താമസിക്കുമ്പോഴാണ്, പണിയുമ്പോൾ നമുക്ക് അതിന്റെ ഗുണവിശേഷങ്ങൾ നമുക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ അത് പണിത് നമ്മൾ അതിൻ്റെ അകത്ത് താമസിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത്. അത് രുചിച്ചറിയാനായിട്ട് നമുക്കറിയാവുന്നത്. പെട്ടെന്ന് ഒരു ഭവനം പണിതിട്ട് കയറി താമസിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ആരോടെങ്കിലും ചോദിക്കുക എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഒരു വർഷത്തോളം നമ്മൾ അതിനകത്ത് താമസിച്ച് കഴിയുമ്പോൾ ആ വീടിന്റെ അനുഭവമാണ് നമ്മൾ പിന്നെ പ്രഖ്യാപനം ചെയ്യുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ തന്നെ മക്കള് കോപ തരുന്ന ദാനമാണ്. സ്തോത്രം. ആ ദാനത്തെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ആ തലമുറകൾ നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരു കുടുംബജീവിതം നമ്മെ സ്തോത്രം നമ്മൾ ആരംഭിച്ചു. ആ കുടുംബജീവിതം കുറെ മുന്നോട്ട് പോകുമ്പോഴാണ് അതിന്റെ അനുഭവങ്ങളാണ് നമുക്കത് നല്ലതാണെന്ന് രുചിച്ചറിയാൻ കഴിയുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ്
പരിശുദ്ധാത്മാവ് ഈ വചനം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞവർ എന്നുള്ളൊരു വിഷയമാണ്. സ്തോത്രം. തിരുവചനത്തില് ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞ ഒത്തിരി പേരെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വരണേ. ഇന്ന് പകൽ ചിലതൊക്കെ നമ്മൾ അനുഭവിച്ചറിയാൻ പോവുകയാണ്. സ്തോത്രം ചെയ്യണേ. നമ്മൾ ചിലതൊക്കെ ഇന്നത്തെ ചിന്താ വിഷയം നിങ്ങൾ മറക്കരുത്. ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞവർ എന്നുള്ളൊരു വിഷയമാണ്. നമ്മൾ ഇന്ന് പകൽ ചിലതൊക്കെ അനുഭവിച്ച് നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. സ്തോത്രം. നമ്മുടെ ദൈവം ആരാണെന്നും ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നും ദൈവത്തിന്റെ ക്വാളിറ്റി എന്താണെന്നും ദൈവത്തിന്റെ മഹിമ എന്താണെന്നും അതുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കും, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. അത് ജീവിതത്തിന്റെ അനുഭവമാണ്. സ്തോത്ര. ഭക്തന്റെ അനുഭവമാണ്. ഭക്തൻ പറയുന്നുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ എന്നെ വിടുവിക്കുന്നു. തന്റെ അനുഭവമാണ്. ഒരു ഭാഗത്ത് താൻ പറയുന്നു, അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. തന്റെ ദാവീദിന്റെ രാജാവിന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് താൻ അവിടെ പ്രഭാഷണം ചെയ്യുന്നത്. സ്തോത്രം. ഇന്ന് പകലിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാൻ കഴിയും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുമെന്ന്. സ്തോത്രം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചെങ്കിൽ ദാവീദിന്റെ ഒരു അനുഭവമാണ് ദാവീദ് അവിടെ പ്രഘോഷണം ചെയ്യുന്നത്. ഇന്ന് പകലിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു പ്രവചനം ഞാൻ വിളിച്ചു പറയാം. ദൈവത്തെ കുറിച്ച് ചിലര് അനുഭവിച്ച് രുചിച്ചറിയാൻ പോകുകയാണ്. എന്ന് പറഞ്ഞ് നീ സേവിക്കുന്ന ദൈവം ആരാണെന്നും നിന്റെ ആരാധന പുരുഷനായ ദൈവം ആരാണെന്നും അവന്റെ മഹിമ എന്താണെന്നും അവന്റെ വല്ലഭത്വം എന്താണെന്നും അവന്റെ ക്വാളിറ്റി എന്താണെന്നും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുക, ചിലർ അനുഭവിച്ച് അവനെ രുചിച്ചറിയാൻ പോകുകയാണ്. തിരുവചന ചിന്തയിലേക്ക് നമുക്ക് ഓടി വരാം. ഇതിന്റെ പശ്ചാത്തലം തന്നെ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തന വേദഭാഗമാണിത്. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞത് ഒരു മസിക സങ്കീർത്തനം കൂടെയാണ്. എങ്കിലും തന് എത്തിപ്പെട്ട ആ രാജാവ് ആകീശിന്റെ മുമ്പിൽ എത്തിപ്പെടുമ്പോൾ, ഗത്ത് രാജാവായ ആകീശിന്റെ മുമ്പിൽ എത്തിപ്പെട്ടപ്പോൾ പടയാളികൾ ദാവീദിനെ തിരിച്ചറിഞ്ഞു. ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറഞ്ഞ് ആ ഗാനപ്രതികാരം പാടിയവൻ ഇവൻ തന്നെയല്ലയോ, ഇവൻ ഇസ്രായേലിന്റെ രാജാവ് തന്നെയല്ലയോ എന്ന് സ്തോത്രം ഗത്ത് രാജാവായ ആകീസിന്റെ പടയാളികൾ പ്രഖ്യാപനം ചെയ്തപ്പോൾ ദാവീദിന് മനസ്സിലായി, അവരെന്നെ തിരിച്ചറിഞ്ഞുവെന്ന്. അവരെന്നെ മനസ്സിലാക്കി ഞാൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അവളൊരു ദൈവം അവന് പെട്ടെന്ന് ഒരു ജ്ഞാനം ദാവീദിന് കൊടുത്തു. അത് ഒരു ബുദ്ധിഭ്രമമായിട്ട് അവിടെ നടിക്കുകയാണ്. ഒരു ബുദ്ധിഭ്രമം നടിച്ചിട്ട് തുപ്പല് കൊണ്ട് കഥയിൽ എഴുതി സ്തോത്രം ഈളെ ഒലിപ്പിച്ച് ഒരു ഭ്രാന്തനെ പോലെ കാണിക്കുന്നത് കണ്ടപ്പോൾ രാജാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. സ്തോത്രം, ഈ രാജസന്നിധിയില് ഈ ഭ്രാന്തനെ ആരിവിടെ കൊണ്ടുവന്നു? ഇവിടെ ഭ്രാന്തന്മാര് കുറവായിട്ടാണോ ഇവനെ ഇവിടെ കൊണ്ടുവന്നത്? ആരെവിടെ എന്ന് പറഞ്ഞ് ദാവീദിനെ അവിടെ നിന്ന് ആട്ടിക്കളഞ്ഞ് പുറത്തു കളഞ്ഞ് അവനെ പുറത്തേക്ക് വരുമ്പോൾ അവന് ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു പുറത്തേക്ക് വരുമ്പോൾ
കാലത്തും വാഴ്ത്തും. ഞാൻ ഇന്ന് പകലിൽ ഒരു ദൂത് ദൈവാത്മാവിൽ വിളിച്ചു പറയാം. ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പകലിനെ പെട്ടുപോയ ചില മേഖലയിൽ നിന്ന്, നിന്റെ തലമുറ പെട്ടുപോയ ചില മേഖലയിൽ നിന്ന്, നിന്റെ കുടുംബം പെട്ടുപോയ ചില മേഖലയിൽ നിന്ന്, ആഗീസിനെ പോലെയുള്ള ഗത്ത് രാജാവിന്റെ കയ്യിൽ നിന്ന് നിന്റെ തലമുറ പെട്ടുപോയ ചില മേഖലകളിൽ സ്തോത്രം ഇന്ന് പകലിൽ അതിന്റെ നടുവിൽ നിന്ന് ഒരു ദാവീദ് വിടുവിക്കപ്പെട്ടു പുറത്തു വന്നതുപോലെ ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ തലമുറ പുറത്തു വരാൻ പോകുകയാണ്. ദൈവാത്മാവനോട് പറയുന്നു, ഗലിയിൽ പെട്ടതുപോലെ, ചതിയിൽ പെട്ടതുപോലെ, ചില കുടുക്കിൽ പെട്ടതുപോലെ, ചില കൂട്ടുകെട്ടിൽ പെട്ടതുപോലെ പെട്ടുകിടക്കുന്ന ആഗീസിനെ പോലെ അകപ്പെട്ടു പോയെന്ന് മനസ്സിലാക്കുന്നത് പോലെ പെട്ടുകിടക്കുന്ന ചില തലമുറയെ എന്റെ ദൈവം ഇന്ന് പകൽ ഉച്ചരിക്കുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവ് സഭയ്ക്ക് കൈമാറുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കട്ടെ. ഈ ദൂത് കേൾക്കുന്ന ദൈവമേ, നിന്റെ തലമുറയാകട്ടെ, നിന്റെ കുടുംബമാകട്ടെ, നിന്റെ ഭവനമാകട്ടെ, നിന്റെ വ്യക്തിപരമായ ജീവിതമാകട്ടെ, പെട്ടുകിടക്കുന്ന ചില മേഖലയിൽ നിന്ന് എന്റെ ദൈവം നിന്റെ തലമുറയെ എന്റെ ദൈവം വിടുവിക്കുമെന്ന്, നിന്റെ കുടുംബത്തെ വിടുവിക്കുമെന്ന്, അവൻ നിന്റെ ഭവനത്തെ വിടുവിക്കുമെന്ന്, സഭയെ വിടുവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആലോചനയെ അറിയിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് രക്ഷപ്പെടുമ്പോൾ താൻ പാടിയ ഒരു പാട്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുകയാണ്. ഇവിടെ ദാവീദ് ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞു എന്നുള്ളതാണ്. സ്തോത്രം. ദൈവം ആരാണെന്ന് അനുഭവിക്കണം. ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് പറയോ മക്കളെ? ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? അനുഭവിക്കണം. ഈ ദൈവം ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവന്റെ ക്വാളിറ്റി പറയാനായിട്ട് കഴിയുള്ളൂ. ചില വേദഭാഗങ്ങൾ വെള്ളത്തിൽ പരിശുദ്ധാത്മാവ് ചില വേദഭാഗങ്ങൾ തന്നത് അങ്ങനെ അനുഭവിച്ചറിഞ്ഞ അനേക ഭക്തന്മാരെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് ഓടി വരാം. ഇയ്യോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിലേക്ക് വേഗത്തിൽ നമുക്ക് സമയത്തിന്റെ പരിധികളുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 1, 2, 3 വേദഭാഗങ്ങളിലേക്ക് ഒന്ന് ഓടി വരാം. അങ്ങനെ ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോൻ ഇവനാണ്. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ ഇയ്യോബ് പറയുക, ഞാൻ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഇയ്യോബ് പറയുക, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അതിന്റെ ഭാഗം എന്താ പറയുന്നത്? അന്യ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണാൽ ഭക്തനായ ഇയ്യോബ് പറയുക,
ഞാൻ നിന്നെ കാണുന്നു. ഇത് പറ്റൻ ദൈവത്തെ അനുഭവിച്ച അറിഞ്ഞ ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. യോബിനെ കുറിച്ച് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് സുപരിചിതനാണ് യോബ്. ആമേൻ. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോബിന്റെ ദേശം വിളിച്ചറിയിക്കുന്നുണ്ട്. ഊസ് ദേശക്കാരനായ യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ആയിരുന്നു. അവൻ 7 പുത്രന്മാർ, 3 പുത്രിമാരും ഉണ്ടായിരുന്നു. 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 300 പെൺകഴുതയും മൃഗസമ്പത്തും ഏറ്റവും നല്ല ദാസ്യജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സർവ ഭൂമിനിവാസികളിലും മഹാനായിരുന്നു. അങ്ങനെ ഒരു വലിയ ധനികനായ ഒരു മനുഷ്യനായിരുന്നു ഭക്തനായ യോബ്. നിങ്ങളുണ്ടോ? നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ അനുഭവിച്ച അറിഞ്ഞവർ എന്നുള്ളൊരു വിഷയമാണ്. ഒരു സ്തോത്രം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഊസ്ദേശക്കാരനായ ധനികനായ വളരെ ദാസ്യജനമുള്ള ആ ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച ശോധനകൾ. സ്തോത്രം സ്തോത്രം. 1-ാം അധ്യായത്തിൽ തന്നെ കിടപ്പുണ്ട്. അവനെ സാത്താൻ ഊടാലി സഞ്ചരിച്ച് ദൈവപുത്രന്മാർ നിൽക്കുന്ന ഇടത്ത് ചെന്നപ്പോൾ യഹോവയായ ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി വരുന്നു, സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. യഹോവ സാത്താനോട് ചോദിക്കുന്നു, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുന്നു. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ഭൂമിയിൽ ആരുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്. സ്തോത്രം സ്തോത്രം. സാത്താൻ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. എല്ലാം ഒന്ന് വായിപ്പിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല. സ്തോത്രം. നീ അവന്റെ ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്ന് പൊളിച്ചു തന്നാൽ അവൻ നിന്നെ തെളിച്ചു പറയുമെന്ന് പറഞ്ഞു. സാത്താനോട് പറഞ്ഞു, അവനെ നിന്റെ കയ്യിലേക്ക് ഞാൻ തരിക. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കണ്ടീഷൻ, അവനെ നന്മകളെ തൊട്ടു, പക്ഷെ അവനെ കയ്യേറ്റം ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല. സമയപരിധി കൊണ്ട്. രണ്ടാമത്തേത്, ഹല്ലേലൂയ, യോബിന്റെ പ്രാണനെ ശരീരത്തെ തൊട്ടു, പക്ഷെ ദൈവം പറഞ്ഞു അവന്റെ പ്രാണനെ നീ തുടരുത്. 2 കാര്യമാണ് സാത്താനോട് ദൈവം പറഞ്ഞത്. 1, കയ്യേറ്റം ചെയ്യരുത്. 2, പ്രാണനെ തുടരുത്. അതേ പ്രവചന ശബ്ദം ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന നിന്റെ കുടുംബത്തോടും നിന്റെ തലമുറയോടും നിന്റെ ഭവനത്തോടും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, യേശുവിനെ പറയുന്നു, അവനെ കയ്യേറ്റം ചെയ്യരുത്. ഇന്ന് പകൽ പ്രവചിച്ച് ഞാൻ ദൂത് പറയുന്നു, ചിലതിന്റെ പ്രാണനെ തൊട്ടുപോയേക്കരുത്. ഈ ദൂത് കേൾക്കുന്ന ദൈവമൈതനെ, നിന്റെ തലമുറ ആരെങ്കിലും കയ്യേറ്റം ചെയ്യുന്നെങ്കിൽ, നിന്റെ കുടുംബത്തെ ആരെങ്കിലും കയ്യേറ്റം ചെയ്യുന്നെങ്കിൽ, ഇന്ന് പകൽ സ്വർഗ്ഗം കൽപ്പിക്കുന്നു, അവനെ തൊട്ടുപോകരുത്. വലിയ പണ്ടകാലങ്ങൾ അണിയട്ടെ, ചില കയ്യേറ്റ ശക്തികൾ അണിയട്ടെ. അഭിനന്ദനങ്ങളുടെ പ്രമാദത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ദൂത് പ്രഘോഷണം ചെയ്യുമ്പോൾ അവൻ ദൂത് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കുടുംബത്തെ കയ്യേറ്റം ചെയ്യുന്ന, നിന്റെ തലമുറയെ കയ്യേറ്റം ചെയ്യുന്ന, അവന്റെ പ്രാണനെ തൊടാൻ ശ്രമിക്കുന്ന അന്ധകാര മണ്ഡലത്തെ ഇന്ന് പകൽ ദൈവം കൽപ്പിക്കുന്നു, അവനെ തൊട്ടുപോയേക്കരുത്. സ്തോത്രം ചെയ്യാൻ കഴിയും. എത്ര പേർക്ക് ആത്മാവിൽ ആരാധിക്കാൻ കഴിയും. ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുന്ന കുടുംബത്തിനകത്താൻ കഴിയും. ഒരു ദൈവം
ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് പകൽ അവൻ ഇടപെടുന്ന ദൈവമാണ്. സമയത്ത് ഞാൻ ഭയക്കുന്നു. രണ്ട് കാര്യം യേശുവചനം പറഞ്ഞു. ഒന്ന്, കയ്യേറ്റം ചെയ്യരുത്. രണ്ട്, അവന്റെ പ്രാണനെ തുടരുത്. പിന്നെ ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ തീച്ചൂളയിലൂടെയാണ് ഭക്തൻ കടന്നുപോയത്. ഞാൻ ഒന്ന് പറയാം, ഇത് വിശ്വാസത്തിന്റെ ഒരു പരിശോധനയാണ്. ഒരു സ്വന്തം പറയാമോ? ഞാൻ ഒന്ന് വിളിച്ചു പറയാം. ജീവിതത്തിന്റെ മേടുകളിൽ വന്നു പതിച്ചതൊന്നും ജീവിതം നമ്മുടെ അവസാനത്തിനല്ല, സ്വാമി നമ്മുടെ നഷ്ടത്തിനല്ല, അതൊരു പുതുവഴിക്ക് വേണ്ടിയാണെന്ന് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു. ജീവിതത്തിൽ എന്ത് ഭവിച്ചാലും, കഷ്ടങ്ങൾ വന്നാലും, നഷ്ടങ്ങൾ വന്നാലും അത് അവസാനമല്ല, ഒരു പുതുവഴിക്ക് വേണ്ടിയാണെന്ന്, അതൊരു നന്മയ്ക്കാണെന്ന് ഞാൻ ഇന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർക്ക് ഈ ദൂരം അക്സെപ്റ്റ് ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ കഴിയും? ജീവിതത്തിന്റെ മേഖലയിൽ വന്ന് ഭവിച്ചത് അവസാനമല്ല. നീ വിചാരിക്കുന്നത് അവസാനമാണെന്ന്, നീ വിചാരിച്ചതിന്റെ തലമുറയുടെ അന്ത്യമാണെന്ന്, അതിന്റെ കുടുംബത്തിന്റെ അന്ത്യമാണെന്ന് അല്ലെന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ ഇന്ന് പകലിൽ നീ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ആരാധിക്കും. അങ്ങനെ ഒരു തുടക്കം, ചിലതൊരു തുടക്കം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം അവൻ ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം അവൻ പ്രാപിക്കും. നിങ്ങൾക്കറിയാം, ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈവായി വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ഈ മെസ്സേജ് കേൾക്കുന്ന നിന്റെ കുടുംബത്തിൽ ആ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിൽ സ്വർഗം ഇടപെടുന്ന പകല. ആമി ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഭക്തന്മാര് പറയുന്നത്, ആമി പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവം ഇടപെടുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ സഭയ്ക്കകത്ത് ഞാൻ ആത്മാവിൽ ഈ ദൂത് പറയുമ്പോൾ, ഇന്ന് പകൽ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നെങ്കിൽ ആമി നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വ്യക്തമാക്കുന്ന ഒരു ദൂതുണ്ട്. എന്റെ ദൈവം ഇടപെടാൻ പോകുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആമേൻ സ്തോത്രം, കഷ്ടതയുടെ ശോധനയിലേക്ക് പോയി തലമുറകൾ മാറ്റപ്പെട്ടു. എടുത്തൊക്കെ ഒത്തിരി വായിപ്പിക്കണമെന്നുണ്ട്, സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ നിർത്തുക. തലമുറകൾ നഷ്ടപ്പെട്ടു. ദാസന്മാര് നഷ്ടപ്പെട്ടു. മൃഗസമ്പത്തുകളും ആടുമാടുകളും എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഒരു ഓട്ട് കഷ്ണം എടുത്ത് ചാരത്തിൽ ചുരുണ്ടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനെയാണ്, ഒരു ചിത്രമാണ് നമുക്ക് ഇയ്യോബിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രമാണമില്ലാതിരുന്ന ഒരു കാലത്ത്, ദൈവവചനം കിട്ടാതിരുന്ന ഒരു കാലത്ത് ദൈവഭക്തിയോട് ജീവിച്ച ഒരു മനുഷ്യനാണ് ഭക്തനായ ഇയ്യോബ്. നിങ്ങൾ ചോദിക്കും, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തിന്റെ ദൈവം ഈ പരിശോധനയിലേക്ക്, അങ്ങനെ ഭക്തനായിരുന്ന ഒരു മനുഷ്യനെ എന്തിന് ഈ പരിശോധനയിലേക്ക് ദൈവം പറഞ്ഞു വിട്ടു? സ്തോത്രം. ഞാൻ ഒന്ന് പറയാം, ഭൂമിയിൽ ദൈവത്തിന്റെ സ്ഥാനാധിപതികളാ ഈ വചനം കേൾക്കുന്നത് നമ്മൾ ഓരോരുത്തരും. ദൈവം തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് പർപ്പസ് ഉണ്ട്, ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? ഇയ്യോബ് കാര്യസാധ്യത്തിന് വേണ്ടിയല്ല ഇയ്യോബ് പച്ചമുറുകെ പിടിച്ചിരിക്കുന്നത്. ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല അവൻ ദൈവസന്നിധിയിൽ വന്നത്. അവൻ വന്നത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. അവൻ സ്തോത്രം. അങ്ങനെ പരിശോധനകളും പ്രതിസന്ധികളും വരുമ്പോൾ സാത്താൻ വിചാരിച്ചു ഇവൻ ദൈവത്തെ ത്യജിച്ചു വളഞ്ഞിട്ട് വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ സാത്താന്റെ തന്ത്രങ്ങളുടെ തകിടം മറിച്ചുകൊണ്ട്, അവൻ ആലോചനയെ തകിടം മറിച്ചുകൊണ്ട്, അവന്റെ പദ്ധതിയെ തകിടം മറിച്ചുകൊണ്ട് ഇയ്യോബ് തന്റെ അനുഭവത്തിലൂടെ ഇയ്യോബ് വിളിച്ചു പറയുക, എന്റെ ഭക്തി ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. എത്ര
ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ഇന്ന് പകലിൽ പ്രതിസന്ധി വരുമ്പോ, പ്രതികൂല കാറ്റ് വരുമ്പോ, ഇന്നകൾ വരുമ്പോ, പരിഹാസം വരുമ്പോ, പരിശോധനകൾ വരുമ്പോ അവൻ പിന്മാറുന്നവനല്ല. ഒരു ദൈവ പൈതലിൽ അവന്റെ പരിശോധനയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർക്കായി എന്നെ കേൾക്കുന്ന ദൈവപൈതലെ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒന്ന് വിളിച്ചു പറയാം. ഇങ്ങനെ പരിശോധനകൾ ഒന്നിന് പുറകെ യോബിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചെങ്കിലും ആമി സ്തോത്ര വോട്ട് കഷണം എടുത്ത് ചാരത്തിൽ ചുരുണ്ടിക്കൊണ്ടിരിക്കുന്ന ഭക്തൻ ആ നിലവാരം വരെ എത്തിയിട്ടു ഭാര്യ പറഞ്ഞു, ഈ ദൈവത്തെ അങ്ങ് ത്യജിച്ചുകള എന്ന് പറഞ്ഞപ്പോഴും യോബ് പറയാ, ദൈവത്തിങ്കിൽ നിന്ന് നന്മയും കൈക്കൊള്ളാം, ദൈവത്തിങ്കിൽ നിന്ന് തിന്മയും കൈക്കൊള്ളാം. ഇത് രണ്ടിനാലും യോബ് അധരങ്ങളാൽ യോബ് പാപം ചെയ്യാതെ സ്തോത്രം ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചപ്പോൾ അവസാനം എന്താണ് സംഭവിച്ചത്? 42-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ യോബ് പറയുക, ദൈവത്തിന് സകലതും കഴിയും. ഒരു സ്തോത്രം പറയാമോ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ കഷ്ടതയ്ക്ക് ഒരു അവസാനമുണ്ട്. ഹലോ കേൾക്കുന്ന ദൈവമേ, നിന്റെ കഷ്ടതയ്ക്ക് ഒരു എൻഡുണ്ട്. നിന്റെ കഷ്ടതയ്ക്ക് ഒരു അവസാനമുണ്ട്. അവസാനം നീ ഒരു കൺക്ലൂഷനിലേക്ക് വരും. കാരണം ഞാൻ എന്റെ ദൈവത്തെ അനുഭവിച്ചു, ഞാൻ അവനെ അറിഞ്ഞു. അതുകൊണ്ട് ഒരു അവസാനത്തിലേക്ക്, കഷ്ടതയുടെ അവസാനത്തിലേക്ക് നീ കടന്നു വരും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഞാൻ ഒന്ന് വിളിച്ചു പറയാം. അവസാന ഒരു പോയിന്റിലേക്ക് യോബ് വന്നപ്പോൾ യോബ് പറയാ, ദൈവത്തിന്റെ സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇപ്പൊ യോബ് പറയുക, അന്യ കണ്ണല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ, ഇതെനിക്ക് വിശദീകരിച്ച് പ്രസംഗിക്കണമെന്നുണ്ട്. അന്യ കണ്ണല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണുന്നു എന്ന് പറഞ്ഞ സ്തോത്രം യോബ് ദൈവത്തിന് അങ്ങോട്ട് കീഴടങ്ങിയപ്പോൾ സ്തോത്രം വീണ്ടും ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. ഒന്ന് വായിച്ചേ സ്തോത്രം. ആകിയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊരിയിലും ചാരത്തിലും കിടന്ന് ഞാൻ അനുഭവിക്കുന്നു. യഹോവ ഈ വചനങ്ങളെ യോബിനോട് അരുളി ചെയ്ത ശേഷം തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ചലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുപോകണം. കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി അവൻ ഹോമയാഗം കഴിച്ച് എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. ഒരു സ്തോത്രം പറയാമോ? അതിന്റെ അവസാന കൺക്ലൂഷൻ എന്താ? നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് പകൽ പ്രതിസന്ധിയുടെ നടുവിൽ ഉറങ്ങി മയങ്ങി ദൂത് കേൾക്കരുത്. പ്രതിസന്ധിയുടെ നടുവിൽ എല്ലാം നഷ്ടമായി, എല്ലാം പ്രതികൂലമായി അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് യോബ് വന്നപ്പോൾ സ്വർഗം പറയുക, എന്റെ ദാസനായ യോബിന്റെ മുഖത്തെ ഞാൻ ആദരിക്കും. അവൻ എന്നോട് വിഹിതമായതൊന്നും അവൻ സംസാരിച്ചിട്ടില്ല. നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം ചെയ്യാതിരിക്കാൻ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ യോബ് എലീഫസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറ്റന്റെ സ്ഥിതിക്ക് എന്റെ ദൈവം ഒരു മാറ്റം വരുത്തിയതുപോലെ ഈ ഭാവി സ്തോത്രം ഈ ജൂലൈ മാസം 19-ാം തീയതി ഈ ഭാവി സ്തോത്രം ഞാൻ ആത്മാവിൽ ഈ വിശുദ്ധ സഭയോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെയും എന്റെയും ജീവിതത്തിന് എന്റെ ദൈവം ഒരു മാറ്റം വരുത്തും. വിശ്വസിക്കുന്നവരാ
കുറിച്ച് വയലിൽ പ്രവാദിയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങളടിച്ചൊന്ന് ആരാധിച്ച് നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്, നിന്റെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ചില നഷ്ടപ്പെട്ടു പോയത് ഭക്തൻ ഇരട്ടിച്ചു കൊടുത്ത് കാലസമ്പൂർണ്ണത വന്ന് പിതാക്കന്മാരോട് ചേർന്ന യോബിനെ പോലെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു ഭക്തൻ പറയുന്നു, അന്യ കണ്ടല്ല എന്റെ സ്വന്തം കണ്ട് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആത്മാവിൽ ഇന്ന് പകലിൽ ദൂത് പറയുമ്പോൾ ചില തലമുറയുടെ നഷ്ടങ്ങൾ നികരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ആകെ ചില കഷ്ടതകൾ മാറിപ്പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്ന് പകലിൽ യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയതുപോലെ ആകെ ചിലതിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് കേൾക്കുന്ന ദൈവമേ, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഒറ്റ സന്ദേശം കൂടെ ഈ ദൂതിനോട് ഞാൻ ചേർത്ത് വെക്കട്ടെ. ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർ ഒത്തിരി പേരുണ്ട്. അതിലൊരു ഭക്തനാണ് യോസേപ്പ്. യോബിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. യോസേപ്പിന്റെ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് ആ കർത്തത എനിക്ക് എന്താക്കി തീർത്തു? ദൈവം ഗുണമാക്കി തീർത്തു. ദൈവമക്കളെ, അമ്മി സ്തോത്രം. ദർശനം നിമിത്തം നമുക്കറിയാം, യാക്കോബിന്റെ കുടുംബത്തിൽ ദർശന നിമിത്തം ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പന്റെ വാർദ്ധക്യത്തിൽ ജനിച്ച മകനായതുകൊണ്ട് അപ്പൻ മറ്റുള്ളവരെക്കാൾ അധികമായി ഇവരെ സ്നേഹിച്ചിരുന്നു. ഇത് സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം സ്തോത്രം അവൻ കണ്ട സ്വപ്ന നിമിത്തം അപ്പനും അമ്മയും ചോദിക്കുന്നു, നീ ഞങ്ങളുടെ രാജാവാകുമോ? അവസാനം സഹോദരന്മാരുടെ ക്ഷേമം അറിയാൻ പോയി. സ്തോത്രം. സഹോദരന്മാര് അവനെ കൊന്നുകളയുവാൻ പദ്ധതിയിട്ടു. പക്ഷെ രൂപേനെ എഴുന്നേൽപ്പിച്ച് അവൻ നമ്മുടെ സഹോദരനല്ലോ എന്ന് പറഞ്ഞ അവനെ കൊട്ടക്കുഴിയിൽ വീണു. അവിടെ നിന്ന് സ്തോത്രം ഇസ്മായില് കച്ചവടക്കാരുടെ കയ്യിലേക്ക് കൊടുത്തു വിട്ടു. അവിടെ അടിമച്ചന്തയിൽ അവനെ വില പറഞ്ഞു. അവസാനം അവിടുന്ന് ആ രാജ്യത്തിന്റെ സേനാധിപതിയായ പൊത്തിപ്പേർ അവനെ വിലയ്ക്ക് വാങ്ങി. അവളെ കൊണ്ടുപോയി. അവൻ നിമിത്തം പൊത്തിപ്പേറിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. അവിടെ അപമാനം ലഭിക്കാമെ സ്വന്തം സ്ഥാനത്ത് തിരിച്ച് ഏറിയ കാലം കാരാഗ്രഹത്തിൽ യോസേഫ് കിടക്കേണ്ടി വന്നു. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ, ചുരുക്കി പറയുക, ദൈവത്തിന്റെ സമയമായപ്പോൾ മിസ്രൈമിലെ രണ്ടാമനായി ദൈവം ഉയർത്തി. ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്നെ ഒറ്റപ്പെടുത്തി എന്ന് വരാം, മറ്റുള്ളവരുടെ ദർശന നിമിത്തം നിന്നെ അകറ്റി എന്ന് വരാം, അകറ്റി മാറ്റി നിർത്തി എന്ന് വരാം, നിന്റെ പ്രാണനെ അപഹരിക്കുവാൻ ശത്രു ശ്രമിച്ചെന്ന് വരാം. ഒരുപക്ഷെ പൊട്ടക്കിണറ്റിൽ നീ കിടക്കേണ്ടി വന്നെന്ന് വരാം. ഒരുപക്ഷെ നീ ആ മിസ്രൈമിയ അടിമച്ചന്തയിൽ വില പറഞ്ഞു പറയേണ്ട അനുഭവങ്ങൾ വന്നെന്ന് വരാം. ഒരുപക്ഷെ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ അപമാനിക്കപ്പെടേണ്ട അനുഭവം വന്നേക്കാം. ഇതൊക്കെ വാഴ്ത്തത്ത നിവൃത്തിയിലേക്കുള്ള ഒരു പടിയാണെന്ന് നീ വിചാരിക്കണം. വാഴ്ത്തത്വത്തിലേക്കുള്ള ഒരു പടിയാണെന്ന് നീ വിചാരിക്കണം. അങ്ങനെ ഏറിയ കാലം കാരാഗ്രഹത്തിൽ കിടന്ന ഭക്തൻ ഒടുവിൽ വന്ന് മിസ്രൈമിന്റെ രണ്ടാമനായി വാണ്. മിസ്രൈമിന്റെ പാണ്ഡികശാലയുടെ താക്കോൽ അവന്റെ കരത്തിൽ കിട്ടിയപ്പോൾ ഞാൻ പറയട്ടെ, പരിഹസിച്ചവരുടെ മുൻപിൽ, അവൻ തല താഴ്ത്തിയവരുടെ തല താഴ്മെന്ന് പറഞ്ഞവരുടെ മുൻപിൽ അവൻ ദൈവം ആരാണെന്ന് യോസേഫ് അനുഭവിച്ചറിഞ്ഞ് മിസ്രൈമിന്റെ രണ്ടാമനായി ദൈവം അവനെ ഉയർത്തിയപ്പോൾ തന്റെ സഹോദരന്മാരൊക്കെ വന്ന് മുട്ടു മടക്കി അവന്റെ മുമ്പിൽ. എന്നാൽ യാക്കോബ് മടങ്ങി വന്ന് ഹാമിൻ ദേശത്ത് പാർത്തു എന്ന് വിശുദ്ധ ബൈബിളിൽ നമ്മെ ഓർപ്പിക്കുമ്പോൾ ഞാൻ ചുരുക്കി പറയാം, സ്തോത്രം, യോസേഫ് തന്റെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു. ഒരു സ്വപ്നം പറയാമോ? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ? ഈ ദിവസങ്ങളിൽ ഞാൻ ഈ പറയുന്നതിന്റെ രണ്ട് ഭാഗം, ഒത്തിരി ഭാഗം എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ഇതിന്റെ ആകത്തുക ഞാൻ മകൾ വിളിച്ചു പറയാം. ഈ ദിവസങ്ങൾ അനുഭവിച്ചറിയാൻ പോവാം. അനുഭവിച്ചറിയാം. ആ കാര്യങ്ങളൊന്നും ചേർത്തടിച്ച് അനുഭവിച്ചറിയാൻ പോവുകയാണ്.
സുഖങ്ങളും ഇരകിട്ടാതെ വിശ്വസിക്കും. യഹോവയെ അന്വേഷിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് വചനം പറയുമ്പോൾ ഇത് ജീവിതത്തിലെ അനുഭവമാണ്. ചിലർ അനുഭവിക്കാൻ പോകുക, ചില നന്മകൾ അനുഭവിക്കാൻ പോകുക. അവൻ ദൈവാത്മാവിനോട് പറയുന്നു, ചിലതിന്റെ നിലവിളി കേൾക്കാൻ പോകുക. ഇന്ന് പകൽ ആത്മാവിൽ ആ കരവൊന്ന് ചേർത്തടിച്ച്, ആത്മാവിൽ ആ കരവൊന്ന് ചേർത്തടിച്ച് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? എത്ര പേർക്ക് സ്തോത്രം ചെയ്യാനായി കഴിയും? നമ്മുടെ യേശുവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുക. ഈ ദിവസങ്ങളിൽ ചില അനുഭവത്തിലൂടെ ഈ ദൈവം ആരാണെന്ന് രുചിച്ചറിയാൻ പോകുക. വേണ്ടവരെന്ന് നീ രുചിച്ചറിയാൻ പോകുക. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ. നമ്മുടെ കർത്താവ് വരാറായി. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശ്രേഷ്ഠിക്കുന്ന നാം രൂപാന്തരപ്പെടും. നമ്മുടെ കർത്താവ് വരാറായി. നാം ഇന്ന് പകലിൽ ദൈവാത്മാവ് ഇടപെട്ടെന്ന് ഉറപ്പുള്ളവരാക്കാരം ഉയർത്തുക. ദൈവാത്മാവ് ഇടപെട്ടെന്ന് ഉറപ്പുള്ളവരാക്കാരം ഉയർത്തുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിലപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ കരമുയർത്തി തന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ.